ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ഈദ് വ്ളോഗ്. സോ ഈദ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ കലാപരിപാടികൾക്ക് ശേഷം അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പെരുന്നാളാണേലും ഇനിയിപ്പോൾ എന്താണേലും അടിച്ചുവാരൽ, തുടക്കൽ, ക്ലീനിങ് ആൻഡ് കുക്കിംഗ് ഇതൊന്നും നമ്മളെ വിട്ട് പോവില്ലല്ലോ. ആ സത്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ പരിപാടികൾ തീർക്കുന്നുവോ അത്രയും നേരത്തെ വെറുതെ ഇരിക്കാം. സോ ആദ്യം തന്നെ ക്ലീനിങ്ങിന്റെ കാര്യത്തിലേക്ക് ഒന്ന് സെറ്റിൽമെന്റ് ചെയ്തു. പെരുന്നാളായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. സോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ ദം ബിരിയാണിയും കാട പൊരിച്ചതുമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ആണ്. ഒരുപാട് കാലമായി അങ്ങനെ ഒരു കോംബോ ട്രൈ ആക്കിയിട്ട്. സോ ഒരു വെറൈറ്റിക്ക് വേണ്ടി പെരുന്നാൾക്ക് നമുക്ക് ആ കോംബോ പിടിക്കാമെന്ന് വിചാരിച്ചു. എന്നും ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെ ട്രൈ ആക്കി മടുത്തു. അപ്പോൾ എന്തായാലും കുറേ കാലമായി ഇങ്ങനൊരു കോംബോ. അങ്ങനെയാണ് ഗൈസ് ഇങ്ങനൊരു കോംബോ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. ഈ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പെരുന്നാളൊന്നല്ലേ ഗൈസ് പെരുന്നാൾ. പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചെറുപ്പത്തിലത്തെ പെരുന്നാൾ അതെന്ന് പറയുമ്പോൾ അത്രയും സ്ട്രെസ് ആയിരുന്നു. വെറും നമ്മളെ പുതിയ ഡ്രസ്സ് ഒപ്പിക്കുക, മൈലാഞ്ചി ഇടുക, എന്നിട്ട് ആ മൈലാഞ്ചി ചോന്നോ നോക്കുക, രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യം നോക്കണേ തന്നെ അതായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അടിപൊളി പെരുന്നാളുകളായിരുന്നു ചെറുപ്പത്തിലത്തെ പെരുന്നാൾ. കാരണം അതൊക്കെ അത്രയും അടിപൊളിയായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇപ്പം നമുക്ക് രാവിലെ എണീറ്റിട്ട് എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ടെൻഷനായിരിക്കും. പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളത്രയും ഫ്രീ ആണ്. നമ്മളെ കാര്യങ്ങൾ നോക്കി മൈലാഞ്ചിക്ക് ഇട്ട് കേടാട്ടി നടക്കുന്ന ആ ഒരു ടൈം അറ്റ്ലീസ്റ്റ് എന്താ പറയുക, നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടൂല. എന്നാലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര രസമായിരുന്നു അന്നൊക്കെ എന്ന ഒരു സംഭവം നൊസ്റ്റാൾജിക്കായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയായിരുന്നു ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ തലേന്ന് തന്നെ കാടക്കുട്ടികളൊക്കെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ലോട്ടസ് പുഡിങ് ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ബിരിയാണി ഫൈനലി ദമ്മിങ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഓരോ ലെയർ റൈസും ഓരോ ലെയർ ഫ്രൈഡ് ഓനിയൻ, കാഷ്യൂ, റൈസിൻസ്, ഗീ ഒക്കെ ഇട്ട് ലെയർ ചെയ്ത് ദമ്മിടാനുള്ള പരിപാടിയാണ്. അങ്ങനെ അത് ദമ്മിട്ടൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വാഭാവികപരമായിട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ ക്ലീനിങ്, ലൈക്ക് പാത്രം കഴുകൽ, കിച്ചൺ ക്ലീനിങ് അങ്ങനെയൊക്കെ. സോ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ എൻ്റെ കിച്ചൺ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കിച്ചണിനെ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി മക്കൾസിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ചെസ് നമ്പർ 1 എടുത്ത് കുളിപ്പിച്ച് സെറ്റിലാക്കി. അവൻ ആദ്യം തന്നെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതൊക്കെ മാറ്റി അവൻ്റെ മുടിയൊക്കെ വാർന്ന് സുന്ദരക്കുട്ടപ്പനായിട്ട് ദേ ആർ ലിവിങ് ടു പള്ളി. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമാ ഉണ്ട്. സോ ദേ ആർ ലിവ് ടു പള്ളി ഗൈസ്. ദെൻ എൻ്റെ ചെസ് നമ്പർ 2 എടുത്ത് വെള്ളത്തിലിട്ടു കുളിപ്പിച്ച് ഡ്രൈ ഒക്കെ ചെയ്ത്. ഇതാണ് ഓൾഡ് ഈദ് ഔട്ട്ഫിറ്റ്. പുഷ്പങ്ങളുടെ ഉടുപ്പാണ് ഗൈസ്. ഇങ്ങനെ ഉള്ള മൈലാഞ്ചിക്ക് ഇട്ട് സുന്ദര കുട്ടപ്പിയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഡെസേർട്ട്. ആക്ച്വലി ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ I don't know what is the name. Maybe we can call like lotus dessert. Yes. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിനെ കൊണ്ട് മേലെ ഒന്ന് ജസ്റ്റ് വിപ്പിംഗ് ക്രീം ഇടാനും ഒന്ന് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനും തന്നെ ഉണ്ടായിട്ടുള്ളൂ. സോ അതൊക്കെ കഴിച്ചു. പെരുന്നാളായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പിക്സ് കാര്യങ്ങളൊക്കെ മാൻഡാറ്ററി ആണല്ലോ. അപ്പോൾ അതിനെന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നമുക്കൊന്ന് ഈദ് ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് പിക്ക് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ രീതിയിൽ എവിടെയെങ്കിലും പുറത്ത് പോകാനോ അങ്ങനെയൊന്നും ഈ തൽക്കാലം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെറുതായിട്ട് അടുത്ത് തന്നെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം മേക്കപ്പ് ഇല്ലാത്തൊരു ജീവിതമില്ലല്ലോ ഗൈസ്. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് വരുന്നത്. ഒരു സ്ലീവ്ലെസ് എംബ്രോയ്ഡർ ടോപ്പിലേക്ക് ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു കമ്മി ടോപ്പ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഐസ്ഡ് ലാറ്റൊക്കെ മേടിച്ചു. നമ്മളൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് തപ്പി ഇറങ്ങിയിട്ടുള്ളത്.
അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളൊക്കെ നല്ല രീതിയിൽ ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കൊരു ഫൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ 2-3 ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാളിൽ വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലൈഫ് ഫാർമസിയിൽ നിന്ന് കിട്ടിയ ഫ്രീ വിറ്റാമിൻസ് ഡ്രിങ്കും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗായ്സ്. സോ ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.